പവിത്ര സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വേദയും നന്ദിനി ഏട്ടത്തിയാണ്. നന്ദിനി ഏട്ടത്തി ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ട്, ഇതെന്താണ് ജ്യൂസൊക്കെ കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ നന്ദിനിയുടെ ചെറിയ കുതന്ത്രം പ്രയോഗിച്ച് കല്യാണം മുടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വേദ അതിന് കണക്കായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് ഉമ്മർത്തിരിക്കുന്ന അച്ഛനെയാണ്. അച്ഛൻ്റെ മുമ്പിലേക്ക് അമ്മയും മോളും ഏട്ടത്തിയും വരുന്നതാണ്. അപ്പോൾ ഇവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അവർ കാതിലെ വിളയിക്കാനുണ്ടായിരുന്നു, അത് നന്നാക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പറഞ്ഞു, നമ്മൾ താലിമാലക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അവിടെ അതും കൂടി അവർ ചെയ്തു തരുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അമ്മ എനിക്ക് കുറച്ച് സ്വർണവും പൈസയും തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ നിൻ്റെ ഇഷ്ടം പോലെ ഇനി എവിടെയെങ്കിലും തള്ളിക്കയറി നോക്കുമ്പോൾ എന്താ ചെയ്യാന്ന് എന്നോട് ചോദിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ സങ്കടത്തോടെയാണെങ്കിൽ എന്തായാലും ഇവിടെ വരെ എത്തിയില്ല, ബാക്കി കാര്യങ്ങളോട് നമ്മൾ നോക്കണ്ടേ, ഒരിക്കലും കൂടി താലി കെട്ടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് റൂമിലേക്ക് പോയ ഏട്ടത്തെയും മോളെ. അപ്പോൾ ഏട്ടത്തി കാതിൽ വിളയിച്ചിട്ടുണ്ട്, എനിക്ക് എന്തായാലും വേണ്ട, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. മോളെ കാതിൽ വിഷുവേട്ടൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, വിഷുവേട്ടനെ കൊണ്ട് കാതിലിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കാതിലിട്ട് കൊടുത്തതിന് ശേഷം ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോൾക്ക്, ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം മോള് പറയുന്നുണ്ട്, അച്ഛാ നമുക്കിന്ന് പുറത്ത് പോയാലോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇന്ന് നമ്മൾ പുറത്ത് പോകുന്നില്ല, അച്ഛന് പണിക്ക് പോകേണ്ടി, എന്നാലേ മോൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ ബാഗും കുടയൊക്കെ വാങ്ങും. അപ്പോൾ അത് കേട്ട ഏട്ടത്തിയുടെ മുഖം ചെറുതായിട്ടൊന്ന് തെന്നി കേട്ടോ. അപ്പോൾ ഏട്ടത്തി പറയുന്നുണ്ട്, അപ്പോൾ പുറത്ത് പോകാൻ ഞാനും ആശിച്ചിരുന്നു. അപ്പോൾ പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞേ മോൾ സ്കൂൾ തുറക്കുമ്പോൾ ബാഗും കുടയൊക്കെ വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കണമെന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം പോയില്ല, എൻ്റെ കയ്യിൽ പൈസ മുടങ്ങുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വിഷുവിന് ചെറുതായിട്ട് പണിക്ക് പോകേണ്ട ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയച്ഛൻ്റെ കൂടെ മോൾ പോയിക്കോ, ചെറിയമ്മയും കൂട്ടിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ഏട്ടത്തേക്ക് ചെറിയ സങ്കടം ഉണ്ടായെങ്കിലും മോൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് കരുതിയിട്ട് മോളെന്നാലും ചെറിയമ്മയുടെയും കൂടെ പുറത്ത് കറങ്ങാൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി അവളെയും കൂട്ടി പുറത്തോട്ട് പോകുന്നതാണ് കേട്ടോ വേണം. അപ്പോൾ അത് കേട്ട് വിഷുവായിട്ട് ഷർട്ടിന് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് നമ്മൾ കാണുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വേദയുടെ വീട്ടിലേക്കാണ് ഇനി കാണിക്കുന്നത്. വേദയുടെ അമ്മയും മുത്തശ്ശിയും ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് കല്യാണത്തെക്കുറിച്ച്. കല്യാണം അടുത്തെത്തിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവരമ്മ പറയുന്നുണ്ട്, ഇവർ സമ്മതിക്കുമോ, അവർക്ക് ഇഷ്ടക്കേടൊക്കെ, അവളെ അച്ഛനൊന്നും അത്ര ഇഷ്ടമെല്ലാം തോന്നുന്നതൊക്കെ പറയുമ്പോൾ ഏട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ ഇഷ്ടക്കേടൊക്കെ എല്ലാവരെയും അറിയിച്ചിട്ട് കഴിച്ചോ, നാട് മൊത്തമൊരു കോശം പോലെ ആക്കിക്കോ, എന്നാലും എല്ലാവരും അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന രീതിയിൽ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് എന്താ അതിന്, അവളെ ഇഷ്ടപ്പെട്ട കൂടെ ആളെ പോയതല്ലേ, അതിന് അവളായിട്ട് തിരഞ്ഞെടുത്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്, അവളായിട്ട് തിരഞ്ഞെടുത്തതൊന്നുമല്ല, മുത്തശ്ശി നിർബന്ധിച്ച് അവളെ പറഞ്ഞയച്ചതല്ലേ എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചതൊന്നുമല്ല, നിങ്ങളൊക്കെ കണ്ടതല്ലേ, അവളെ ഞാൻ വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ഞങ്ങളെയൊക്കെ കൺമുമ്പെന്നല്ലേ അവൾ ഇറങ്ങിപ്പോയത്, ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല, അവളെ ഇഷ്ടത്തിന് വേണ്ടി പോയത്. അപ്പോൾ പറഞ്ഞിട്ട് എനിക്ക് അവനോടാണ് ദേഷ്യം, അവളോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ് അവളോടായാലും അവളെ ഇഷ്ടത്തിന് വേണ്ടി പോയതാണ്, ഇനി അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പറഞ്ഞാൽ അവളെ ഞാൻ തിരിച്ച് കൊണ്ടുവരാൻ നോക്കുകയാണ്, അന്നേരം നിങ്ങൾ അവളെ ഇങ്ങോട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരേണ്ട പരിപാടിയാണോ. അപ്പോൾ പറയുന്നുണ്ട്, അവളിന് തിരിച്ച് വരുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ അവൾ തിരിച്ച് വന്നാൽ ഞാൻ ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പോൾ പറയുന്നുണ്ട്, ദർശൻ എന്തായാലും സമ്മതിക്കണം, ദർശൻ എന്താ സമ്മതിക്കാണ്ട് നമ്മുടെ കുടുംബത്തിലെ ആളെ തന്നെയല്ലേ പറയും. അപ്പോൾ അവളെന്തായാലും സമ്മതിക്കില്ല ദർശനെ കല്യാണം കഴിക്കാൻ. ദർശൻ ഒരു 3-4 മാസത്തോളായാലേ അവളൊരാളെ കൂടെ കഴിയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടി മറ്റൊരാളെ കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവരുടെയൊക്കെ മുഖമാണ് കാണിക്കുന്നത്. എന്നിട്ട് അത് ശേഷം നമ്മൾ വീട്ടിലേക്ക് വരുന്ന വിക്രത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രം വരുമ്പോൾ തന്നെ നന്ദിനി ചേട്ടത്തി പുറത്തുനിന്ന് അടിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദിനി ചേട്ടത്തി പറഞ്ഞിട്ട് എനിക്ക് നിന്നോട് രഹസ്യം പറയേണ്ടത്. അപ്പോൾ വിക്രം ഉറക്കെ ചോദിക്കുന്നുണ്ട്, രഹസ്യമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ എന്തെങ്കിലും ഒച്ചപ്പാടാക്കിയിട്ടുണ്ടോ, അതാണോ എന്നോട് പറയാൻ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതെന്തിനാ നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇത് നിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി നിന്നെ ഈ വരുന്ന മാസം നിന്നെ എന്തായാലും പൂട്ടും, 22-നാണ് നിൻ്റെ കല്യാണം, 2ാമത്തെ താലികെട്ട്, പൈസ ആരുണ്ടാക്കും, ഞങ്ങളൊന്നും തരില്ല പൈസ, അച്ഛനും തരില്ല, നീ തന്നെ പൈസ ഉണ്ടാക്കാൻ, അവൾ നിന്നെ പൂട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവനെ എരിപിരി കയറ്റുന്നുണ്ട് കേട്ടോ. അത് കണ്ട് ഇങ്ങനെ തെരിച്ചിരിക്കുന്ന വിക്രത്തിനെയാണ് നമ്മൾ കാണുക. അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്നൊക്കെ അത് അപ്പോൾ നന്നായിട്ട് എന്തായാലും ഏട്ടത്തി എരിപിരി കയറ്റി കൊടുക്കുന്നുണ്ട്. നിന്നെ എന്തായാലും അവൾ പൂട്ടും, നിന്നെ വരച്ച വരയിൽ നിർത്തിക്കുന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് ഏട്ടനെയാണ്, വേദയുടെ ഏട്ടൻ. അപ്പോൾ വേദയുടെ ഏട്ടൻ വർഷേട്ടത്തെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇങ്ങനെ കല്യാണം നടത്തുന്നുണ്ട്, അച്ഛൻ ഞങ്ങളെ കൂടെയാണോ അതോ അമ്മയുടെ കൂടെയാണോ മുത്തശ്ശിയുടെ കൂടെയാണോ എന്നൊക്കെ അറിയില്ല, അച്ഛൻ ഇങ്ങനെ സമ്മതത്തിലാണ് ഉള്ളതെന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാണിക്കുന്നത്
വിക്രം കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതാണ് കേട്ടോ. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന്, എങ്ങനെ നാട് വിട്ട് പോയാലോ എന്ന് പറയുന്നത്. അപ്പോൾ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണ്ടേന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം എന്താണ് നിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവരിൽ ഒരാൾ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതുപോലെയല്ല, കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ടാവും നിന്നിലേക്ക് അടുക്കെ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ എതിർപ്പ് കാണിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് തീരുന്നതാണ് കേട്ടോ ഇന്നത്തേത്. ബാക്കി പ്രൊമോ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമ്മൾ ഡെയിലി എപ്പിസോഡ് ഇടുന്നതാണ്.